ഗൈസ്, മറ്റൊരു വ്ളോഗിലേക്ക് സുസ്വാഗതം. ഇന്നെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പ്രോഗ്രാം വരുന്നത് കാലിക്കറ്റ് ബീച്ച് ഹോട്ടലിൽ വെച്ചിട്ടാണ്. ആസ് യൂഷ്വൽ ഏട്ടൻ എന്തോ മറന്നിട്ട് അത് മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇതൊരു ലഞ്ച് പാർട്ടിയാണ്, ഡിന്നർ പാർട്ടി അല്ല. സോ നമ്മൾ ഉച്ചയ്ക്കാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ബീച്ച് സൈഡ് റോഡിലൂടെയാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കടൽ കാണാനായിട്ട്. ഈ നട്ടുച്ച വെയിലത്ത് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ കരുതണ്ട, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോവുകയാണ് ഈ സമയത്ത്. പക്ഷേ ഈ സമയമാണ് നമ്മൾ കേക്ക് കട്ടിങ്ങിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സറൗണ്ടിങ് വാൾ കാണുമ്പോൾ തന്നെ കോഴിക്കോടെല്ലാം മിക്കവർക്കും ഇത് ഏതാ ഹോട്ടലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, നമ്മുടെ വെന്യൂ ബീച്ച് ഹോട്ടലാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. എൻ്റെ പെറ്റേണൽ സൈഡിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആ കാറുകളെല്ലാം നമ്മുടെ മെമ്പേഴ്സിൻ്റെ അല്ല കേട്ടോ. നമ്മൾ 2-3 ഫാമിലീസ് മാത്രമേ ഇല്ല. വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്മോൾ ഫംഗ്ഷൻ ആയിരുന്നു. ലേറ്റ് ആയാലും വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ഇതെൻ്റെ അറ്റയറാണ്. ഞാനൊരു സാരി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ സാരിയാണ്. അമ്മയുടെ സാരിയും എൻ്റെ ബ്ലൗസും. വൺ ഓഫ് മൈ ഫേവറേറ്റ് വർക്ക്സ് ആണ് ഈ കച്ച് വർക്ക് എന്ന് പറയുന്നത്. ആ ഒരു കച്ച് വർക്കിൽ വരുന്ന ബ്ലൗസ് പീസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ക്യാമറ ഓഫ് ചെയ്യേണ്ട, നടക്കുന്നത് കൂടി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഔട്ടോ കൊണ്ടുപോയി നിർത്തുന്നത്. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. പിന്നെ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ വെന്യൂ. എൻ്റെ ബർത്ത്ഡേകൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. എൻ്റെ ചേച്ചിയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. നമ്മൾ ലേറ്റ് ആയത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിന്നെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക്സിലേക്ക് കടന്നു. പുതിന ലെമനേഡ് എന്നും തോന്നുന്നു കേട്ടോ. എൻ്റെ വ്ളോഗിങ്ങിന് ശേഷം പതുക്കെ ക്യാമറ ചേച്ചിയുടെ അടുത്തേക്ക് പോയി കേട്ടോ. ഹായ് യൂട്യൂബ് കപ്പിൾസ്. ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പഴയ കെട്ടിടമാണ്. ഇതാണ് ബർത്ത്ഡേ ഗേൾ. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞു ബാബാസ്. യൂട്യൂബ് എന്ന് കേട്ടപ്പോഴേ എൻ്റെ ചേച്ചി വാലും പൊക്കി ഓടി. പിന്നെ ഞാനും ചേച്ചിയും കൂടെ അവിടെ എല്ലാം കറങ്ങി നടക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ. റിസപ്ഷനിൽ ഇരിക്കുന്ന ചേച്ചിയും നമ്മുടെ ഈ വീഡിയോയുടെ പാട്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മനോഹരമായ ലോണ് കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ തോന്നി. ഇവിടെ ഇവരെല്ലാവരും കൂടെ എന്നെ വാരിക്കൊണ്ടിരിക്കുക കേട്ടോ. യൂട്യൂബിൻ്റെ പേര് പറഞ്ഞു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര വെയിലായിരുന്നു അവിടെ. അപ്പം പെട്ടെന്ന് ടയേർഡായി പോകുന്നുള്ളതുകൊണ്ട് 2-3 ഫോട്ടോസേ എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയൊരു പോണ്ട് ഉണ്ടായിരുന്നു സൈഡിൽ. ഒരു ഹലോ പറയോ? നുണക്കുഴി ഉണ്ടല്ലോ. എൻ്റെ അനിയത്തിയുടെ സ്കോളർഷിപ്പ് എക്സാം ഉള്ളതുകൊണ്ടാണ് അവർ ലേറ്റ് ആവുന്നത്. പിന്നെ അച്ഛൻ എന്തോ ഓഫീസിൽ ചെറിയൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ. അപ്പം നമ്മൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് കരുതി. അവിടെ ചെറിയൊരു പോണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഉള്ള ഫിഷസ് ആണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ള ഫിഷസ് ആയിരുന്നു. പക്ഷേ വെയിൽ പുറത്തുനിന്ന് അടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഓസ്കാർ ലെവൽ ആക്ടിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് കടക്കുകയാണ്. എൻ്റെ അനിയത്തി എക്സാം ഒക്കെ സക്സസ്ഫുള്ളി എഴുതി കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എക്സാം സക്സസ് ആണോ എന്നറിയില്ല. അവളെല്ലാവരും വിഷ് ചെയ്തിട്ടാണ് അകത്തേക്ക് കിടക്കുന്നത്. ആസ് യൂഷ്വൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എന്നെ മൈൻഡ് ചെയ്യാതെ അവൾ കടന്നു പോയിരിക്കുന്നു. നെക്സ്റ്റ് അച്ഛനൊരു ഹായ് കൊടുത്തു നോക്കാം. അച്ഛൻ അവിടെ 2-3 ഹായ് കിട്ടിയിട്ടുണ്ട്. തിരിച്ച് അച്ഛൻ കൊടുത്തു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഹായ് കാണിച്ചിട്ട് ഒരു മൈൻഡും ഇല്ലാതെ പോയി. ദേ അത് കണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ പുച്ഛിക്കുന്നത് കണ്ടോ. ഹായ് ആത്മിക. അങ്ങനെ കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് കടന്നു. ആൻറ്റിയുടെ മൂത്ത മകൾ ഇവിടെ നാട്ടിലില്ല, സ്വീഡനിലാണ് അവർ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അവർ വീഡിയോ കോളിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു.
അടുത്തതായി ഞങ്ങൾ ഫുഡിങ്ങിലേക്ക് കടന്നു ഗൈസ്. അവിടെ സൽക്കാരം എന്ന പേരിലാണ് അവരുടെ റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്നത്. അവിടെയുള്ള സ്റ്റാഫിൻ്റെ ഹോസ്പിറ്റാലിറ്റി എടുത്ത് പറയേണ്ടതായിരുന്നു. നല്ല സർവീസായിരുന്നു അവർ നമുക്ക് തന്നിരുന്നത്. നമ്മുടെ ചുറ്റും നിന്നുകൊണ്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ അവർ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്തായിരുന്നു. എൻ്റെ അമ്മ ഫോട്ടോയാണെന്ന് കരുതി അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോയി. ചെസ്റ്റ് നമ്പർ 2 ഏട്ടൻ്റെ പോസിങ്. ചെസ്റ്റ് നമ്പർ 3 ഞാൻ അമ്മനെ പിടിച്ച് വലിച്ച് ഇപ്പുറത്തോട്ടിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഈ ബീച്ച് ഹോട്ടൽ എപ്പം മുതലുണ്ടെന്നറിയോ? 1890, അതായത് ബ്രിട്ടീഷേഴ്സ് പോകുന്നതിൻ്റെ മുമ്പേ പണിത ഹോട്ടലാണത്. ശശിയങ്കൾ പിന്നെയും എൻ്റെ ക്യാമറ നോക്കി വേവ് ചെയ്യുന്നുണ്ട്. നിനക്ക് വെറും ഹായ് മാത്രമേ ഉള്ളൂ ചോദിക്കാൻ. അവിടെ ഫുഡെല്ലാം നമ്മൾ പ്രീ ഓർഡർ ചെയ്തതായിരുന്നു. ബിരിയാണി ഒന്നുമല്ല, ഇപ്രാവശ്യം മീൽസാണ് ഓർഡർ ചെയ്തത്. ഫിഷ് മീൽസാണ്. അവിടുത്തെ മീൽസ് ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ കൊടുത്തതായിരുന്നു. ഈ താലി മീൽസ് പോലെ ഒരെണ്ണം. ഇതിലെ ഓരോ ഐറ്റംസും നോക്കാം നമുക്ക്. വെജിറ്റബിൾ കറി, ഫിഷ് കറി, തോരൻ, അവിയൽ, പിന്നെ തീയൽ, നെത്തോലിപ്പീര, ഇത് ഫിഷ് കറിയാണ്, പായസം, അച്ചാർ, ചമ്മന്തി, രസം, പപ്പടം. പാവം അവിടെ AC ഇല്ലാത്തതുകൊണ്ട് പപ്പടം വീശി കാറ്റ് കൊള്ളുന്ന എൻ്റെ ഭർത്താവിനെ കണ്ടു. അങ്ങനെ ചോറ് വിളമ്പി. ഇനി ആരെയും മൈൻഡ് ചെയ്യില്ല. ഞാൻ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീയലാണ്, അത് പ്ലേറ്റിലേക്ക് ഇട്ടു. അടുത്തത് പായസം എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒഴിക്കാൻ നോക്കുകയാണ്. പായസം ആയതുകൊണ്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചു. പിന്നെ അടുത്തത് ചമ്മന്തി ഇട്ടു. നെക്സ്റ്റ് ഫിഷ് കറിയാണ്, അതും അതേപോലെ സൈഡിലേക്ക് വെച്ചു. പിന്നെ അച്ചാറെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. പിന്നെ ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി, പിന്നെ നെത്തോലിപ്പീര, എൻ്റെ ഫേവറേറ്റ് ക്യൂസിൻ. നെക്സ്റ്റ് പയറ് തോരൻ, പിന്നെ അതിനടുത്ത് അവിയൽ. ഇതെല്ലാം എടുത്ത് പ്ലേറ്റിൽ തട്ടിയതിന് ശേഷം ഞാൻ സാമ്പാർ എടുത്ത് ചോറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു. പിന്നെ പപ്പടം വെച്ചു. കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അപ്പുറത്തെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്നും അനങ്ങിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലേറ്റ് തന്നെ. ആള് ഭയങ്കര സെലക്റ്റീവാണ്. ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് അതിൽ മിക്കതും എനിക്കുള്ളത് തന്നെയാണെന്ന് എനിക്കറിയാം. കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഒരാളും കൂടെ വന്നത്. ചിക്കൻ 65. എന്നാൽ അതും കൂടെ പ്ലേറ്റിലേക്ക് വീണിട്ട് കഴിക്കാൻ ആരംഭിക്കാമെന്ന് കരുതി. അയ്യേ, സദ്യയുടെ കൂടെയാണ് ചിക്കൻ എന്ന് ആരും കരുതരുതേ. ഇത് സദ്യയില്ല, ഇത് ഫിഷ് മീൽസ് ആണ്. അപ്പോൾ ഫിഷ് മീൽസിൻ്റെ കൂടെ ചിക്കൻ ഓക്കെ അല്ലേ? നമ്മുടെ പക്ക വെജിറ്റേറിയൻ മീൽസിൻ്റെ കൂടെ എനിക്ക് ഈ നോൺ വെജ് ഇഷ്ടമേ അല്ല. അതായത് ഈ ഓണസദ്യ, വിഷുസദ്യയുടെ ഇടയ്ക്ക് ഈ ഒരു ചിക്കൻ്റെ പീസ് അതൊരു അഭംഗി തന്നെയാണ്. അങ്ങനെ ഞാൻ കഴിക്കാൻ ആരംഭിച്ചിട്ടോ. ഞാൻ ഫുഡിനെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്, ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്തേ. കമൻറ്റ് ചെയ്യുന്നവർക്കുള്ള പ്രോത്സാഹന സമ്മാനം കേട്ടോ അതേ കാണിച്ചത്. വെർച്വൽ ഗിഫ്റ്റ് അല്ലേ? അങ്ങനെ പപ്പടം എല്ലാം പൊട്ടിച്ച് ഓരോന്നായിട്ട് ഞാൻ എൻ്റെ നമ്മളിവിടെ പിടി എന്നാണ് പറയുക, ഒരു പിടി 2 പിടി അങ്ങനെയാണ് പറയുക. ആ ഒരു പിടിയിലേക്ക് ഞാൻ എല്ലാം ഇട്ടു. എന്നിട്ട് എല്ലാത്തിനെയും രുചി നന്നായിട്ട് ആസ്വദിച്ച് അങ്ങനെ കഴിച്ചു. ഞാൻ എൻ്റെ പ്ലേറ്റ് ടമാർ പടാറാക്കി. ബാക്കിയുള്ളവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഏകദേശം ഫിനിഷിങ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അന്ന് തന്നെ എല്ലാവർക്കും ഒരുപാട് പ്രോഗ്രാംസ് വേറെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടുന്ന് പിരിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അധിക നേരം അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. അതല്ലെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ചടങ്ങുണ്ടാകുമ്പോഴായിരിക്കും അതിൻ്റെ കൂടെ ഒരുപാട് ഡസൻ കണക്കിന് പ്രോഗ്രാംസ് കൂടെ ഉണ്ടാവുക. നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ ബാലൻസ് ഉള്ള കേക്ക് ഓരോരുത്തരും ഓരോ പീസായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേ, ആദ്യമേ കൊടുത്തായിരുന്നു. ആ വീഡിയോ ലാസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഏട്ടനാണ് എല്ലാവർക്കും കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ആ കേക്കിൻ്റെ മുകളിൽ ആൻറ്റിയുടെ മുഖമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. ഗിഫ്റ്റ്
ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം അവൾ തിരിച്ച് അവളുടെ ക്ലാസ്സിലേക്ക് പോയി. അച്ഛനാണ് കൊണ്ടുവിടുന്നത്. അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തു. പിന്നെയും ഗിഫ്റ്റ് കൊടുക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ഓരോരുത്തരായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വാവയുടെ വകയിലെ ഗിഫ്റ്റാണ് അത് കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ ഗിഫ്റ്റാണ്. ടൈറ്റൻ്റെ ഒരു വാച്ചായിരുന്നു നമ്മുടെ ഗിഫ്റ്റ്. ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാൻ പോകുന്നതൊന്ന് കാണണേ. എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അത് മാത്രം ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ആൻറ്റിയോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പം ആൻറ്റി അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അടിപൊളി. ഹായ്. എനിക്ക് ഭയങ്കര ഇഷ്ടം വൈറ്റ്. അങ്ങനെ ആൻറ്റിയുടെ ഫേവറേറ്റ് ഡയലായ വൈറ്റ് കളർ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. പിന്നെയും കുറച്ചുകൂടി വീഡിയോസും ഫോട്ടോസും എടുക്കാമെന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പോണ്ട്, അതിൻ്റെ അടുത്തേക്ക് പോയി. അത്ര ഇന്നത്തെ ഇത് കഴിഞ്ഞു ഗൈസ്. നമ്മൾ പോവാണ്. കുറച്ച് ബാക്കോട് വെക്ക് ഗൈസ്. Bye. Thank you for coming, everyone. I'll see you soon. എന്തിയാ യൂട്യൂബിലൊരു മെയിൻ ഞാൻ പോവല്ലേ. ഇട്ടോ ഞങ്ങൾ പോവാണേ. ബൈ Bye, birthday girl. താങ്ക് യു ഫോർ കമ്മിങ്. അതോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ CEO ഒക്കെ പറഞ്ഞ് ഫെയർവെൽ ചെയ്തു. പിന്നെ അവിടെ കണ്ടോ നമ്മുടെ കോഴിക്കോട് കാണുന്നില്ലേ, അതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്, അതായത് കടലാണ്. ഇനി നമ്മൾ പോകുന്നത് ബീച്ചിൻ്റെ സൈഡിലൂടെയാണ്. ഈ നട്ടുച്ച വെയിലത്തുള്ള ആളുകളുടെ തിരക്ക് നിങ്ങൾ കണ്ടോ. അപ്പോൾ ഈ നൈറ്റ് ടൈമിലൊക്കെ ഇവിടെ എന്തൊരു റഷായിരിക്കും. പിന്നെ അത് മാത്രമല്ല മലയാള മനോരമയുടെ ഹോർത്തൂസ് എന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലും ബീച്ചിൽ നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഷോർട്സിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഇടാനായിട്ട് ബാക്കിയുണ്ട്. ഇനി കുറേ എഡിറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അതും കൂടെ ഇടുന്നതായിരിക്കും. നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞിട്ടില്ല, ബീച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നവംബർ 3 തൊട്ടിട്ട് 8 വരെയാണെന്ന് തോന്നുന്നു. പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ കാർ കണ്ടോ. ഈ കാർ ഏതാ മോഡൽ എന്ന് പറയാൻ പറ്റുമോ? ഇതെൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളെടുത്തോ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.